So, hello guys, welcome back to my channel RRVT Gaming. So, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. എപ്പിസോഡ് 2 ആണ്. ഇന്ന് നമ്മൾ ഇന്നൊരു വീടുണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ. അങ്ങനെ ആദ്യം കുറേ മരം ആവശ്യമുണ്ട്. ട്യൂട്ടോറിയൽ കൊണ്ടിട്ടൊന്നുമില്ല, ഇതെൻ്റെ സ്വന്തം ഐഡിയാണ്. പിന്നെ പെര കാണാൻ അത്ര ഇതും ഉണ്ടായില്ല, ഞാനെല്ലാം ഉണ്ടാക്കുന്നു. അപ്പം എന്തായാലും രസം ഉണ്ടായില്ല. സോ ഞാൻ കുറച്ചധികം മരം എടുക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കും, നല്ല പോലെ. അങ്ങനെ ആടുന്ന മരമൊക്കെ ഇവിടെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് ഇപ്പം എത്ര മരം വെട്ടി? 15 ഉണ്ട്. കോപ്പർ കുറേ കിട്ടിനല്ല, അത് ഒരുക്കാനിട്ടിട്ട് പോവാം. ഫർണസ് ഓൾറെഡി ഉണ്ട്, ഞാൻ അതിനെ കറക്റ്റാക്കുന്ന നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കോപ്പർ ആർമറിലേക്ക് മാറ്റണം. മാറും. നമുക്ക് എന്തായാലും അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അവിടെ പോയി മരം മുറിക്കുക. ഒരു 2 സ്റ്റാക്ക് മതിയാവും തോന്നുന്നു. 2 സ്റ്റാക്ക് വേണോ? എടുത്തിട്ട് പോവാ. എന്തായാലും വേണ്ടപ്പോൾ ഒന്ന് മുറിക്കാലോ. ഡീഫോറസ്റ്റേഷൻ, വി ആർ ഗോയിങ് ടു ഡീഫോറസ്റ്റേഷൻ. ഓ, അഗൈൻ കോപ്പർ വന്നവരെ മാറി. ഇപ്പൊ വന്നവരെ മാറി. എന്തായാലും ഞാൻ ഇനി കുറച്ച് മരം മുറിച്ചിട്ട് കാണാം. നമ്മളിവിടെ മരം മുറിച്ചോണ്ടിരിക്കുകയാണ്. ഇത്ര ഒരു സ്റ്റാക്ക് ഇത് ആക്കിയപ്പോ ഇരിക്കുന്നു മുറ്റത്തൊരു മൈന. ഒരു വില്ലേജ് തപ്പി കഷ്ടപ്പെട്ട് ഇന്നലെ അവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് എത്തി. ഇപ്പൊ ഇരിക്കുന്ന ഒരു വില്ലേജ്. വാട്ട് ദ ഹെൽ വാസ് ദിസ്? അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഫുള്ള് വുഡ് എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗസ്, നമുക്കായി. ഇനി നമുക്ക് അവിടെ കണ്ട ആ വില്ലേജിലൊന്ന് ഹേബേലോ അന്നോലും ഉണ്ടാന്ന് നോക്കാം. അതിനുശേഷം വീട് പണിയാൻ പോവാം. ഓ മൈ ഗോഡ്, 2 വില്ലേജ് അടുത്തടുത്ത്, അതും നോർമൽ വില്ലേജ്. ഹേബേലുണ്ടാവോ? രാത്രിയാവാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങാനും. ഹേബേലാണോ അത്? ഹേബേലിയർ എന്ത് പംകിൻ ഫാർമോ? എല്ലാം അതേ വേറെ 2 ഉണ്ടോ അവിടെ? ഒന്ന് അപ്പുറത്തെ വില്ലേജിലത്തെ ഇവിടെ സ്പോൺ ആയിട്ടുണ്ടാവും. കൊറേ ഉണ്ട് ഇവിടെ.
എല്ലാം വേഗം മാറ്റമാണ് ഇവിടെ കിടന്നുറങ്ങാൻ. ഇപ്പൊ തന്നെ അരസ്റ്റാക്കോളം കിട്ടി ഹേബേല്. ഇതെല്ലാം വെച്ച് എത്ര ഇതുണ്ടാക്കാന്നറിയോ? അനുസരിപ്പടാ. ഓക്കെ, ഇനി ബാക്കിയുള്ള നോക്കിട്ട്. എനിക്ക് വിശക്കുന്നല്ലേ എവിടെ? ഒന്ന് അടങ്ങിയിരടാ അവിടെ. എല്ലാം പൊട്ടിക്കേ. ഓക്കെ, 45. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥലമുണ്ട്, രണ്ടിന്റെയും നടുവിലുണ്ടാക്കിയാലോ? 2 വില്ലേജ് ആവശ്യമുള്ളപ്പോ ഈ സൈഡ് നടക്കുക, ആ സൈഡ് നടക്കുക, അങ്ങനെ ആക്കിയാ പോരെ? നടുവിലായിട്ടുണ്ടാക്കിയാലേ 2 വില്ലേജിന്റെയും. വേണ്ട, ഇപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തെടുത്തു. 2 സ്റ്റാക്കോളം വുഡ് ഉണ്ട്. തേയോ എന്തോ. ഷവലല്ല, ഞാൻ എൻ്റെ കൈ ഔക്കൂലാണ്. മോളിലേക്ക് വഴി ഇല്ലേടേ. ഇതൊട്ട് കുറേവാ. അവിടെ സ്പ്രൂസ്, ഇവിടെ ഫോറസ്റ്റ്, അവിടെ എന്തോണോ എന്തോ. ഞാൻ കാണുന്നു വിദൂരതയിൽ ആ റൂയിൻഡ് പോർട്ടൽ. ഞാൻ അത്ര വലിയ ബിൽഡർ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് വീട് അത്രയും ഉണ്ടാവും. എന്താ വില്ലേജറിന്റെ കുഞ്ഞെ എവിടെ പരിപാടി? ഇവിടെ കുറച്ച് നരപ്പാക്കാം. അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ കുറെ ഒരുങ്ങി. ഇത്രയും നേരം കൊണ്ട് വെറുതെ അല്ലേ ഞാൻ ഇത്ര ഇവിടെ ഉണ്ടായിട്ടല്ലോ, ലോഡായിട്ടുണ്ടായില്ലോ അവിടെ. ഷെഡാമിറ്റ് എന്നാലോട്ടെ. മഴയും പെയ്ത്. കൊറേ ബ്രെഡ് ഉണ്ടാകാം. ഒരു സ്റ്റാക്കെങ്കിലും ആയാൽ മതിയേന്. ഒരു സ്റ്റാക്ക് ആവും, 2 സ്റ്റാക്കൊക്കെ ആവും. ഇനി 51 കുറേ ഉണ്ട് കേട്ടോ. ആദ്യം ഇത് വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കണം. ആക്സ് ഉണ്ടാക്കാം.
10 മാത്രം ഇപ്പോൾ ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാങ്കുകളാണ്. പ്ലാങ്കുകൾ ഒരു 6 സ്റ്റാക്കത്തോളം മതി. പക്ഷെ ഇപ്പോഴൊരു പ്രശ്നം, മഴ പെയ്യുന്നുണ്ടോണ്ട് കുറച്ച് സോംബീസൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ മോർണിംഗ് അല്ലല്ലോ, ഇതാണല്ലോ എന്തായാലും ഇരുട്ട് പിടിക്കും ഒരു മേഘം പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ സോംബീസ് ഒരു ചൊറയാകും. ചെറിയ സ്ഥലം മതി ഇതുണ്ടാക്കാനിപ്പോൾ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് മാത്രം ഇവിടെ ക്ലിയർ ചെയ്യാം. അതെ, എൻ്റെ ആക്സ് കോപ്പർ ആക്സ് ആണോ അല്ല സ്റ്റോൺ ആണോ എന്തെങ്കിലും ടീനോട് തന്നെ തല്ല. ചത്ത് ഭ്രാന്തൻ. നമുക്കൊരു ഔട്ട്ലൈൻ പോലെ ഇവിടെ മുറിച്ചേക്കാം. ചെറിയൊരു വീട് ഇത്ര മതി. ശവലും പൊട്ടിയ എന്തായാലും ഇപ്പോഴൊരു 4-5 ആയിട്ടുണ്ടാവും. ഒരു ശവല്, ഒരു സോഡ്, ആക്സ് ഓൾറെഡി ഉണ്ട്, പിക്ക് ആക്സ്, പിന്നെ കുറച്ച് പ്ലാങ് ഓൾറെഡി ഉണ്ടല്ലോ, ഒരു ചെസ്റ്റ്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ ചപ്പും ചവറും എൻ്റെ അകത്തിടാം. കുറേ ഡേർട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്, ഈ ആപ്പിളിൽ വയ്ക്കട്ടെ. പിന്നെ കുറച്ച് സീഡുണ്ട്, ഈ പിക്ക് ആക്സ്, എല്ലരി, സ്റ്റോൺ ടൂൾസൊക്കെ തിരിച്ച് എൻ്റെ അകത്തിടാം. കോപ്പറിൻ്റെ ആർമർ വഴിയിടാം, നല്ല വഴി ഉണ്ടാക്കാം. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കിയ എല്ലാ ടൂൾസും ഇവിടെ വെക്കാം. ഫുഡ് കഴിച്ച് ഇനി ഇതൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കട്ടെ. അതാട്ടെ, കറക്റ്റ് 60 ഡർട്ട്. പക്ഷേ എന്തോ ഒരു ഓവർ ചെറുതായതുപോലെ. ജോലി ലോലോ എല്ലാം പൊട്ട. ഇനി ഞാനിതില്ലേ ഈ ഔട്ട്ലൈൻ ഇട്ട് ഇതിൻ്റെ അടിത്തറ ഇട്ടിട്ടായിട്ട് എന്നെ റെക്കോർഡ് ചെയ്യാം. സോറി ഗൈസ്,
ഞാൻ തറയിടാന്ന് പറഞ്ഞ് പോയതാണ്, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി വീണ്ടും. ഞാൻ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വീടൊരു പെട്ടിക്കൂടാണ്. തമ്മില് കണ്ട പോലെ അത്ര വലിയ ഇതൊന്നുമില്ല. ഞാൻ തമ്മില് കാണിച്ചത് വെറുതെ ഇതാണ്, അത് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തത് വേറെ, അത് ഞാൻ കാണിച്ചു തരാം. മേൽക്കൂരൊക്കെ ഇവിടെ ഗ്ലാസ് ആണ് വെച്ചിട്ടുണ്ട്, അത്. പിന്നെ ഇവിടെ 2 ചെസ്റ്റ് ഇതൊക്കെ ഉണ്ട് ക്ലിയർ ചെയ്യാൻ. പിന്നെ ഇവിടെ ഫർണസ് ഇവിടെ ഉണ്ട്. ഇത് അതിൽ നമ്മൾ അത് തന്നെ ആർമർ ഉണ്ടാക്കുന്നു. ബാക്കി കുറച്ച് മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ, ചെസ്റ്റ് പ്ലേറ്റ്, വെലോയ്, ഈ ഷൂ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. പിന്നെ ഇതാണ് എൻ്റെ വീട്. പിന്നെ അവിടെ ഒരു കൃഷി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും രാത്രിയായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഇതൊക്കെ. രാത്രി കഴിയുന്നു. ഉറങ്ങൂ. ഇവിടെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് അല്ലല്ലോ, പ്രഷർ പ്ലേറ്റ്. എന്താണ് ഇതിൻ്റെ പേര്? പ്രഷർ പ്ലേറ്റ് തന്നെയല്ലേ? അങ്ങനെ എന്തോ ഒരു സാധനം. സോ നമ്മൾ ഫുൾ കോപ്പർ ആർമർ, കോപ്പർ വെപ്പൺസ് ഓൾ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.